സിവിൽ സ്റ്റേഷന്റെ എതിർഭാഗത്ത് മറുകവാടത്ത് പ്രതിഷേധം നടത്തിയ NGO അംഗങ്ങളുമായി ഒരിടവേളയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധമുണ്ടായി. അവർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി, സംഘർഷത്തിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടായി. ഇപ്പോൾ ഇതിനെതിരെ അതായത് കൽപ്പറ്റ കളക്ടറേറ്റിന്റെ മറുഭാഗത്ത് പ്രതിഷേധം നടത്തിയ NGO യൂണിയൻ സംഘടനാ പ്രവർത്തകരാണ് ഈ മുദ്രാവാക്യം വിളിച്ച് അവർക്കെതിരെ പ്രതിഷേധവുമായി മുദ്രാവാക്യം വിളിച്ചെത്തുന്നത്. എന്താ പ്രതിഷേധം? ജില്ലാ സെക്രട്ടറി എന്താണ് പ്രതിഷേധത്തിനുള്ള കാരണം? നമ്മുടെ ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ട് NGO യൂണിയൻ ഭിന്നശേഷി ജീവനക്കാരുടെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കുകയായിരുന്നു. ഇവിടെ കളക്ടറേറ്റിനകത്ത് നമുക്കറിയാം മെയിൻ ഗേറ്റിൽ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നുണ്ട് എന്നറിയുന്നതുകൊണ്ട് തന്നെ രണ്ടാം ഗേറ്റിൽ സമാധാനപരമായി ഞങ്ങളുടെ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുകയായിരുന്നു. ആ ധർണ യോഗത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് ഇരച്ചു കയറുകയും അവിടെ വനിതാ ജീവനക്കാരെ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്യുകയും അവരെ പരിക്ക് പറ്റിപ്പിക്കുകയും സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി അംഗം സജാവ് വിജയകുമാറിനെ കസേര കൊണ്ട് എറിഞ്ഞ് പരിക്ക് പറ്റിക്കുകയും ചെയ്യുന്ന സമീപനമാണ് സ്വീകരിച്ചത്. വളരെ ബോധപൂർവ്വം രാഷ്ട്രീയ പകപോക്കലിന്റെ കൂടി ഭാഗമായിട്ടാണ് പ്രതിഷേധിച്ചു വന്നപ്പോൾ സ്വാഭാവികമായി ഒരിക്കലുമല്ല. അവിടെ വളരെ സമാധാനപരമായി, അതുമല്ല സാധാരണ ഒരു പ്രതിഷേധമല്ല, ഭിന്നശേഷി ജീവനക്കാരായ ആളുകളാണ് പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഈ ഭിന്നശേഷി ജീവനക്കാരുടെ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്ന നിരവധി ഭിന്നശേഷിക്കാരായ ജീവനക്കാർ അവിടെയുണ്ട്. ആരോഗ്യപരമായി അവശത അനുഭവിക്കുന്നവരുണ്ട്. അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ വളരെ ബോധപൂർവം ആ സമരപ്പന്തലിലേക്ക് ഇരച്ചു കയറുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇവിടെ ഒന്നാം ഗേറ്റിൽ സമരം ചെയ്തുകൊണ്ടിരുന്നവരെ അവിടെ നിന്ന് ബോധപൂർവം ഒരു ഗുണ്ടാ സംഘം രണ്ടാം ഗേറ്റിലേക്ക് ഓടി വന്നുകൊണ്ട് ഞങ്ങളുടെ സമരത്തെ കൂടി ആക്രമിക്കുക എന്നുള്ള ബോധപൂർവമായ ഉദ്ദേശമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെ ശക്തമായ സ്മൃതി, ഈ NGO യൂണിയൻ സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള വലിയ പ്രതിഷേധം സിവിൽ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിന് മുമ്പിലേക്ക് എത്തുന്നു. നേരത്തെ ഇവർ പ്രതിഷേധിച്ചത് ഈ രണ്ടാം ഗേറ്റിലായിരുന്നു. ആ ഗേറ്റിലേക്ക് ഇവിടെ നിന്ന് ഓടിയെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇരച്ചു കയറുന്നതിനിടയിൽ അവിടെ പ്രതിഷേധിച്ചിരുന്ന NGO സംഘടനകളിൽപ്പെട്ട ആളുകൾക്ക് ഉന്തും തള്ളും ചിലർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പിന്നീടാണ് പോലീസ് എത്തി ലാത്തിച്ചാർജ് നടത്തിയ ആ ലാത്തിച്ചാർജിൽ NGO യൂണിയന്റെ സംഘടനകളിൽപ്പെട്ട അംഗങ്ങൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇതിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ടായി, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മനഃപൂർവ്വം അതിക്രമിച്ച് കയറി എന്നുള്ള രീതിയിലാണ് ഈ NGO സംഘടനാ അംഗങ്ങൾ ഇപ്പോൾ പ്രതിഷേധം നടത്തി ഈ കൽപ്പറ്റ സിവിൽ സ്റ്റേഷൻ കളക്ടറേറ്റിന് മുൻപിലെത്തി മുദ്രാവാക്യം വിളിക്കുന്നത്. സ്മൃതി, യൂത്ത് കോൺഗ്രസിലെ പ്രതിഷേധത്തിനിടയ്ക്ക് അപ്പുറത്ത് നടന്ന പ്രതിഷേധമാണ് NGO യൂണിയൻ പ്രതിഷേധം. അവർക്ക് നേരെയും ലാത്തിചാർജ് ഉണ്ടായിരുന്നു. സമരം ചെയ്യുന്ന NGO യൂണിയൻ പ്രവർത്തകർക്കും പരിക്കേറ്റിരുന്നു. കളക്ടറേറ്റിന് മുന്നിലുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പന്ത്രണ്ട് മണിയോടെ തുടങ്ങിയ പ്രതിഷേധമാണ് ഇപ്പോൾ നീളുന്നത്. NGO യൂണിയൻ പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളിയാണ് ഒരു വശത്ത് കാണുന്നത്. റോഡിൽ വാഹനങ്ങൾ കടത്തിവിടാൻ പോലീസ് ശ്രമിക്കുന്നു. ദീപക്, ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രവർത്തകർ ഇപ്പോൾ എന്താണിപ്പോൾ അവിടെ കളക്ടറേറ്റ് മുന്നിലെ റോഡിന്റെ അവസ്ഥ എന്താണ്? സ്മൃതി, നിലവിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ആളുകളെ ഇവിടെ നിന്ന് പോലീസ് മാറ്റിയിട്ടുണ്ട്. നേരത്തെ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും അടക്കമുള്ള ആളുകൾ പരിക്കേറ്റ് മർദ്ദനമേറ്റ് റോഡിൽ കിടക്കുന്ന അവസ്ഥയുണ്ടായി. അതിനിടയിലാണ് 2 ആംബുലൻസുകൾ എത്തി ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പ്രവർത്തകരെ നേരത്തെ അറസ്റ്റ് ചെയ്യാനായി എത്തിച്ച ഒരു ബസ്സാണ്. പക്ഷേ നേരത്തെ തന്നെ പരിക്കേറ്റ ആളുകളെ ഇവിടെ നിന്ന് പ്രവർത്തകർ അടക്കമുള്ളവർ ഇടപെട്ട്, നേതാക്കന്മാർ അടക്കമുള്ളവർ ഇടപെട്ട് ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്.
ബാക്കിയുള്ള പോലീസുകാർ, അതായത് കൂടുതൽ പോലീസുകാരെ ഇങ്ങോട്ടേക്ക് വിന്യസിച്ചിരുന്നു. ആ പോലീസുകാർ ഇപ്പോൾ ഈ ബസ്സിന് മുൻപിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ കൽപ്പറ്റയിലെ ഗതാഗതം പോലീസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഗതാഗത വാഹനങ്ങൾ തടഞ്ഞു കിടക്കുകയായിരുന്നു. ആ വാഹനങ്ങളെല്ലാം കടത്തിവിടുകയാണ്. ഇപ്പോൾ NGO യൂണിയൻ ഈ സിവിൽ സ്റ്റേഷന്റെ 2ാം ഗേറ്റിൽ നിന്ന് പ്രധാന കവാടത്തിലേക്ക് മുദ്രാവാക്യം വിളിച്ചെത്തി. അതിനുശേഷം തിരികെ അവർ വീണ്ടും 2ാം കവാടത്തിലേക്ക് പോവുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അടക്കമുള്ളവരെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ജില്ലാ നേതാക്കൾ അടക്കമുള്ളവർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ അടക്കമുള്ളവർ ഇടപെട്ട് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ആളുകളെ ഇവിടെ നിന്ന് മാറ്റി. മാത്രമല്ല ഈ പരിക്കേറ്റ യൂത്ത് കോൺഗ്രസിന്റെ ബത്തേരി മണ്ഡലം പ്രസിഡന്റ് ജംഷീർ പള്ളിവേൽ അടക്കമുള്ള ആളുകൾ, അമൽ ജോയ് അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി അടക്കമുള്ള ആളുകളെ എല്ലാം ഇവിടെ നിന്ന് നിലവിൽ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ ഈ ഭാഗത്തേക്ക് എത്തുന്നു. നമുക്ക് പ്രതികരണങ്ങളിലേക്ക് പോകാം. വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ നമ്മളോടൊപ്പം ചേരുന്നു. പ്രവർത്തകരൊക്കെ മാറ്റിയോ? പ്രവർത്തകരെ നിലവിൽ നമ്മൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആശുപത്രിയിൽ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം 3 പേർക്ക് ഗുരുതരമായ പരിക്കാണ്. അവരെ വിദഗ്ധ ചികിത്സയ്ക്ക് മറ്റ് ആശുപത്രിയിലേക്ക് നമ്മൾ മാറ്റും. അപ്പോൾ പോലീസിൻ്റെ കിട്ടിയ നിർദ്ദേശം പോലീസ് ഭംഗിയായി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അവർ ഈ സമരം ഉണ്ടാവരുത് എന്നും ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരായ ആളുകൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന വീഴ്ച പുറത്തറിയിക്കരുത് എന്നുള്ള സർക്കാർ നയമാണ് ഇവിടെ നടപ്പിലാക്കിയത്. പക്ഷേ ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത് ആ വീഴ്ച ഞങ്ങൾ തുറന്നു കാണിക്കും. പുനരധിവാസം പൂർത്തിയാകുന്നതുവരെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരോടൊപ്പം തന്നെയായിരിക്കും വയനാട്ടിലെ യൂത്ത് കോൺഗ്രസ് നിൽക്കുക. പ്രതിഷേധക്കാർ, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ NGO സമരം ചെയ്യുന്ന NGO അംഗങ്ങളുമായിട്ട് അവരെ മർദ്ദിച്ചു എന്നൊക്കെ രീതിയിലൊക്കെ ഒരു പരാമർശമുണ്ട്. ഇല്ല, അത്തരം 2 ഗേറ്റിലാണ് സമരം. ആ ഗേറ്റിൽ അവരുടെ സമരം ഉണ്ടായിരുന്നു. നമ്മളുടെ സമരം അങ്ങോട്ട് പോയപ്പോൾ അവരുടെ സമരത്തിന് അവിടെ എത്തിയതാണ്. അവരെ മർദ്ദിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത് നേതൃത്വത്തോട് നമ്മൾ സംസാരിക്കാൻ തയ്യാറാണ്. നമ്മൾ NGO യൂണിയനെതിരല്ലല്ലോ നമ്മുടെ സമരം സർക്കാരിനെതിരാണ്. NGO യൂണിയൻ അവിടെ സമരം നടത്തുന്നത് പോലും ഈ യൂത്ത് കോൺഗ്രസിൻ്റെ കുട്ടികൾക്കറിയില്ല. പക്ഷേ സമരം ഒരു ഗേറ്റിലേക്ക് പോയപ്പോൾ അവരുടെ സമരം അവിടെ ഉണ്ടായി. അതൊരു ആശയക്കുഴപ്പമാണ്. അത് അവരോട് സംസാരിക്കുന്നതിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഇല്ല. ജില്ലാ നേതാവ് അടക്കമുള്ള ആളുകളുടെ കസേരയൊക്കെ തല്ലിപ്പൊട്ടിച്ചു. ജില്ലാ നേതാവിന് പരിക്കേറ്റു എന്നാണ്? ഇല്ല, അങ്ങനെ അത്രയും വലിയ സമര രീതികളൊന്നും യൂത്തൊന്നും ചെയ്തിട്ട് അവിടെ എത്തിയ ഉടനെ തന്നെ പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിക്കുക, ലാത്തി ചാർജ് ആരംഭിക്കുകയാണ് ചെയ്തത്. പോലീസിൻ്റെ ലാത്തി ചാർജിലാണോ ഇത് പറ്റിയെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ പ്രവർത്തകർ ഒരിക്കലും NGO യൂണിയൻ്റെ ഒരു സമരത്തെ മോശപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുമില്ല. അത് അവരുടെ ജില്ലാ നേതൃത്വമായി നമ്മൾ സംസാരിക്കാൻ തന്നെ. നമ്മുടെ സമരം NGO യൂണിയനെതിരല്ലല്ലോ, സർക്കാരിനെതിരല്ല. അവസാനിച്ചു. ഇന്നത്തെ സമരം അവസാനിച്ചു.